വെൽക്കം ബാക്ക് ടു അപ്പൂസ് കിഡ്സ് യൂട്യൂബ് ചാനൽ. ഞാൻ പഴയ ഇൻട്രോയിൽ വന്നു. ഞാൻ നേരെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഇത് നമ്മുടെ ചാനലിനെ പറ്റിയുള്ളതാണ്. ഇതിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനും ആൻസർ ഒന്നുമില്ല. ചാനലിനെ പറ്റി ഞാൻ പറഞ്ഞത് ആകെ Q&A മാത്രമാണ്. ഇത് എൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ പൂച്ചച്ചേട്ടൻ അവിടെ എത്തിയിട്ടു. എന്തോ ഞാൻ പേടിച്ച് ഗൈസ്. ക്യാമറ കുറച്ച് ഡിസ്റ്റൻസിലാണ് ഞാൻ വെച്ചത്. ഒറ്റ കയറ്റുമ്പോൾ ഞാൻ പേടിച്ചു ഇപ്പോൾ ചത്താനെ ഞാൻ. ഓക്കെ, അതൊക്കെ നിങ്ങൾ വിടും. നമുക്ക് വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ ആരെങ്കിലും ഞാൻ എപ്പോൾ ഈ ചാനൽ തുടങ്ങിയെന്ന് ഓർക്കുന്നുണ്ടോ? ഓക്കെ, അത് പോട്ടെ, അത് ഓർക്കാൻ വഴിയില്ല. നമ്മളെ ഫസ്റ്റ് വീഡിയോയിൽ എന്നാ ഇട്ടേന്നുള്ളത് നിങ്ങൾ അടിയിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത്. ഡിസ്ക്രിപ്ഷനിൽ എടുത്ത് നോക്കണ്ട, അതിൽ തെറ്റാണ്. ഞാൻ എൻ്റെ ഫോൺ വാങ്ങിയ സമയമാണ് അതിൽ കാണിക്കുന്നത്. അത് തെറ്റാണ്, നിങ്ങൾ നോക്കണ്ട. നിങ്ങളെൻ്റെ ഫസ്റ്റ് ഇട്ട ഷോർട്സ് ആണ് കേട്ടോ. ഷോർട്സോ വ്ളോഗോ അങ്ങനെ കുറേ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ശിവത അടുപ്പിച്ചുള്ളതിനായിരുന്നു. എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ് ആൾക്കാർക്കാണ്. ബർത്ത്ഡേ അല്ല, ബർത്ത്ഡേ കഴിഞ്ഞിട്ടാണ് നമ്മളെടുത്തത്. ചാനൽ തുടങ്ങിയത്. ബർത്ത്ഡേ ആഗസ്റ്റ് 25 നമ്മൾ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഇത് അത് 2024. ഇപ്പോൾ 2025 ജാനുവരി 14 യെസ്. ഇനിയിപ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 6 മാസം കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഒരു ഇയർ ആവും. എല്ലാവരും ഒരു ഇയർ കൊണ്ട് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി ചോദിച്ചാൽ എല്ലാവരുടെയും ആയെന്നുള്ള ഒറ്റ ഉത്തരമാണ് 1 million, 1 lakh, 1000, 1K. അപ്പോഴത്തേക്ക് ഒരു പ്ലേ ബട്ടണൊക്കെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അത് അവരുടെ കഴിവ്. ഇതെൻ്റെ കഴിവ് കേട് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ആവുന്നത്. ഒരു 66 മിനിമം ഒരു 100 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും എനിക്ക് ഈ വർഷത്തിൽ വേണം. ഒരു വർഷം അതിന് മുന്നേ എനിക്ക് വേണം. ഇല്ലെങ്കിൽ ഞാൻ ഈ ചാനൽ നിർത്തി ഞാൻ പോകും. കാരണം എനിക്ക് 66 എത്തിയത് എൻ്റെ ഭാഗ്യം. പക്ഷെ എല്ലാവർക്കും ഒരു ദിവസം ഉറങ്ങി എണീക്കുമ്പോൾ 2-3 സബ്സ്ക്രൈബേഴ്സ് കൂടാം. ഞാനിങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഹൈപ്പ് ഒരു സമയത്ത് കയറിപ്പോയിരുന്നു. ട്രെൻഡിങ് റീൽസ് ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. ഭയങ്കരമായിട്ട് ഹൈപ്പ് കയറിയൊരു സമയമുണ്ട്. ടൂർ പോകുന്ന ആൾക്കാരെ ഇനി എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ കൂടെ അങ്ങനെ ബസ് പോകരുത്. എനിക്കൊരു വ്ളോഗ് എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നമ്മൾ ട്രെൻഡ് റീൽസ് എന്താ അറിയാം നമുക്ക് ഹൈപ്പ് കയറിയ റീൽസ് ഇതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ട്രെൻഡ് റീൽസും എൻ്റെ മെഹബൂബ് വരെ എന്നിട്ടുള്ള ആ പാട്ടിൽ ഇങ്ങനെ വെറുതെ മെഹന്തി കളിക്കുക 200 വ്യൂ ആണ് കിട്ടിയത്. അതൊക്കെ നിങ്ങൾ എൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എന്തായിരുന്നു നമ്മുടെ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഹൈപ്പ് കയറിയ വ്ളോഗ്, ഹൈപ്പ് കയറിയ സമയം, ഭയങ്കരമായിട്ട് ഹൈപ്പ് പോയൊരു സമയം ഉണ്ടായിരുന്നു എനിക്ക്. എപ്പോഴാണെന്ന് വെച്ചാൽ എനിക്കൊരു 15 സബ്സ്ക്രൈബേഴ്സ് നിൽക്കുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ ഒരു ഡാൻസ് റീലില്ലേ ആ പണ്ടൊരു ഡാൻസ് ഉണ്ടായിരുന്നു. നല്ല ട്രെൻഡായിരുന്നു ഗൈസ്. അതിന് നല്ല വ്യൂ ഉണ്ട്. അതിനാണ് ഏറ്റവും കൂടുതൽ ലൈക്ക്, 27 ലൈക്ക്. അതിനാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് ഗൈസ്. അപ്പോൾ അത് അമ്മ സ്റ്റാറ്റസ് ആക്കി ഇട്ടു യൂട്യൂബിൽ. അപ്പോൾ ഗൈസ് ഞാൻ ഒരു നിമിഷം ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഇക്കാര്യമൊന്നും അറിഞ്ഞില്ല. അമ്മ വെറുതെ ഇട്ടേ എന്നിട്ട് ചോദിച്ചാൽ അയ്യോ അമ്മ വേണ്ട, ഞാൻ എന്തൊക്കെയോ കോപ്രായം കളിച്ചെന്ന് പറഞ്ഞാൽ അമ്മ ഞാൻ സമ്മതിക്കില്ല. അപ്പം അമ്മ അത് എടുത്തിട്ട് ഞാൻ ഒരു നിമിഷം ഷോക്കായി. ഞാൻ കരഞ്ഞു. അന്ന് ഞാൻ കരഞ്ഞു ഗൈസ്. അതാണ് ഞാൻ പറയാൻ വന്നത്. അതാണ് ഹൈലൈറ്റ്. ഞാൻ കരഞ്ഞു. എന്താണെന്ന് വെച്ചാൽ 50 സബ്സ്ക്രൈബേഴ്സിൽ ഞാൻ ഇങ്ങനെ ഇതൊന്നും കൂടാൻ പോകുന്നില്ല. ഞാൻ എന്ത് പറഞ്ഞെടുത്ത് നോക്കുമ്പോൾ 24 സബ്സ്ക്രൈബേഴ്സ്. ഞാനൊരു നിമിഷം കിളി പറന്നുപോയി. പിറ്റേന്ന് നോക്കുമ്പോൾ 28. ആ സമയത്ത് ഹൈപ്പിൽ പോയി. പിന്നെ ആ സ്റ്റാറ്റസ് ഔട്ടാവുമല്ലോ. ഔട്ടായതും പിന്നെ നല്ല ഒച്ചിനയുന്ന പോലെ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഡാൻസ് റീൽ ഇട്ടാൽ തന്നെ അതെനിക്ക് അമ്മയ്ക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കൂടുതൽ ഡാൻസ് എടുക്കുന്നത് അന്ന് ശിവദേൻ്റെ കൂടെ ഉള്ളപ്പോൾ അവളെനിക്ക് ക്യാമറമാനായിട്ടെങ്കിലും വരുമായിരുന്നു. ഞാൻ ഒരു ട്രൈപോഡിൽ ചാരി വെച്ചാണ് എടുക്കുന്നത്. ഇതൊക്കെ തന്നെ. പിന്നെ എനിക്കൊരു സന്തോഷമുള്ള സമയം വന്നത് 50 മുകളിലോട്ട് പോയതായിരുന്നു. നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു.
പിന്നെ എനിക്ക് കുറച്ചെങ്കിലും സപ്പോർട്ട് എന്നെ പറഞ്ഞത് ജാൻവിയാണ്. ഞാൻ അവളെ ഡെഡിക്കേറ്റ് ചെയ്ത് പറയും. കാരണം എൻ്റെ ക്ലാസ്സിലെ കുട്ടിയാണ് ജാൻവി. ജാനകി എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പറയുന്നു. ഞാൻ ഇന്ന് ജാനി എന്നാ എന്നെ വിളിക്കുക വീട്ടിൽ. ഞാൻ ജാനീനെ എഴുതി കൊണ്ടുപോയി അവൾ ചോദിച്ചു, എടി പറയാൻ ഒരു വീട്ടാ ജാൻവി എന്നായില്ലേന്ന് ചോദിച്ചു. ഞങ്ങൾ പേര് ഏകദേശം സെയിമാണ്, അതുകൊണ്ട് റോൾ നമ്പറും സെയിം തന്നെയാണ്, അടുത്തടുത്താണ് വരുന്നത്. അപ്പോൾ എന്നെ കുറച്ചും കൂടെ ഒന്ന് ചാനലിൽ എനിക്ക് പിന്നെ വീഡിയോ ഇടണമെന്ന് എൻ്റെ സ്കൂളിൽ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട്, ഗൗരി, നയന, ലക്ഷ്മി, പ്രിയ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവരൊക്കെ. പക്ഷേ എനിക്ക് നല്ല ഹൈപ്പ് കയറണമെന്ന് ഞാൻ ആഗ്രഹമുള്ളത് ജാൻവിക്കാണ് ഗൈസ്. അവളെന്തായാലും ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ. അവൾ കാരണമാണ് ഞാൻ ഇത്രയെങ്കിലും മിനിമം എത്തിയത്. നമുക്ക് 50 സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോകുമ്പോൾ അവളിങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് ജാനകി നമുക്ക് 50 ആവണം എടി 50 ആയി ഞാൻ ഗിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ അടുത്തടുത്ത് വന്നിങ്ങനെ പറയുന്നത് ഞാൻ നല്ല ഇഷ്ടമാണ്. കാരണം ഒറ്റ കുട്ടിയെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷമെങ്കിലും ഉണ്ടായിരുന്നു എനിക്ക്. അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ പോട്ടെ. പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് അവൾ. എല്ലാവരും ഫേവറേറ്റ് ചാനൽ പറയുമ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുക. ചട്ടമ്പി, പുള്ളോത്തി, പ്രവീൺ പ്രണവ്, തേജ, തങ്കു, ഓരോന്ന് പറയാൻ പോവാണ്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പോവാണ്. ഇങ്ങനെ എന്താ ടിയക്കുട്ടീനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ജാൻവിനോട് ചോദിച്ചാൽ അപ്പോൾ അവൾ പറഞ്ഞ ഓർഡറാണിത്. പുള്ളോത്തി, ചട്ടമ്പി, തേജ, തങ്കു, അപ്പൂസ് കിഡ്സ് യൂട്യൂബ് ചാനൽ. ആ സമയത്ത് എനിക്ക് എന്താ പറയേണ്ടതായില്ല. കാരണം ഞാൻ പറഞ്ഞു പോകുന്ന ഇതാണ്, ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്. പുള്ളോത്തിൻ്റെ ഫസ്റ്റ് ഇഷ്ടം, സെക്കൻഡ് ചട്ടമ്പി, തേർഡ് പ്രവീൺ പ്രണവ്, ഫോർത്ത് തേജ, പിന്നെന്തായിരുന്നു ഞാൻ പറഞ്ഞ ടിയ, രജീഷ്, ദിയ എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ, പിന്നെ ദേവു, ദിയ, അതൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അവളുടെ 4ാമത്തെ ഫേവറേറ്റ് യൂട്യൂബറാണ് ഞാൻ. ഒരിക്കലും ഒന്നാമത് എത്തണമെന്ന് വിചാരിക്കില്ല. കാരണം ഒന്നാമത് എന്തായാലും നല്ല യൂട്യൂബേഴ്സിന് നമ്മൾ എല്ലാവരും കൊടുക്കുള്ളൂ. അതിപ്പോൾ അങ്ങനെ തന്നെയാണ്. എൻ്റെ ചാനലാണിത്, എന്നിട്ട് ഞാൻ ഫസ്റ്റ് കൊടുക്കുക പുള്ളോത്തിക്ക് തന്നെയാണ്. കാരണം അവരുടെ നല്ല കണ്ടൻസാണ്. പിന്നെ ഇപ്പം എനിക്ക് ചെറുതായിട്ട് പ്രവീൺ പ്രണവ് ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് പുള്ളോത്തിൻ്റെ ബ്രോക്കിറ്റ് ഓർ ടേക്ക് ആ വീഡിയോയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഓട്ടോയും കുറച്ച് ശല്യമാണ് നമുക്ക്. നമ്മളെ കണ്ടൻറ്റിലേക്ക് വരിക. അപ്പോൾ ജാൻവിയെ ഞാൻ മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. താങ്ക് യു ജാൻവി, ഇത്രേ ഉള്ളൂ പറയാൻ. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരാ? എന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ മുതൽ ഇനി ഇടുന്ന വീഡിയോ ഇന്ന് ജാനുവരി 14. ഇനി എല്ലാ വീഡിയോസും ഞാൻ ഡേറ്റ് പറയും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ഏതൊക്കെ വീഡിയോസിൽ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം ചെയ്യേണ്ടത്. നമുക്ക് റീച്ച് ടു 70 സബ്സ്ക്രൈബേഴ്സാണ്. 70 സബ്സ്ക്രൈബേഴ്സ് ആവുന്നവരെ നിങ്ങൾക്ക് ഞാൻ ഒരു പണി തരാൻ പോവാണ് ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് എന്തെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ നിങ്ങളെ വീട്ടിൽ ഒരാളുടെ ഫോൺ ചെയ്തെങ്കിൽ, നിങ്ങളെ വീട്ടിൽ എന്തായാലും ഒറ്റാൾ മാത്രമേ ജീവിക്കും. നിങ്ങൾ പ്രേതമാതയുടെ വീട്ടിലൊന്നല്ല ജീവിക്കും. അച്ഛനുണ്ടാവും, അമ്മ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. നിങ്ങൾ വീട്ടിലുള്ള എല്ലാവരുടെയും ഫോണും ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സമ്മാനം നിങ്ങൾ മിസ് ചെയ്യണം. ആര് ചെയ്യുമ്പോൾ 70 ആണ് അയാൾ നമ്മുടെ ഫസ്റ്റ് Q&A പോയിട്ട് എന്നാണ് ചെയ്തതെന്നും ഡേറ്റും സംഭവങ്ങളെല്ലാം പറയുക. പിന്നെ പേരും പറയുക. അത്രേ ഉള്ളൂ. എനിക്ക് മനസ്സിലാവുന്ന ആളായി. പേര് പറയാം, അത്രേ ചെയ്യുള്ളൂ. അതുപോലെ ചെയ്ത് പറഞ്ഞ് പറ്റിച്ച് കമൻറ്റ് ഇടരുത്, ഓക്കെ? പിന്നെ ഇനി അൺസബ്സ്ക്രിപ്ഷൻ ഇല്ല ഗൈസ്, നമ്മുടെ റൂളാണ്, ഓക്കെ? അപ്പം നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. ഗിഫ്റ്റൊക്കെ ഞാൻ 100 സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ നിങ്ങൾക്ക് റിവീൽ ചെയ്യാം. ഗിഫ്റ്റൊക്കെ ഉണ്ട്, നിങ്ങൾക്കുള്ളതാണോ എനിക്കുള്ളതാണോ എന്നൊക്കെയുള്ളത് ഞാൻ പറയാം. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ, ഒരു കുട്ടി എന്നോട് ജാൻവി എന്നെ സജസ്റ്റ് ചെയ്തതാണ് ഹോം ടൂറ്. ഞാൻ വല്ല കസിൻസും വീട്ടിൽ വരുമ്പോൾ നല്ല വീടൊക്കെ എൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് വല്ല ഹോം ടൂർ എടുക്കുന്നതാണ് നല്ലത്. കാരണം എൻ്റെ വീടുകളിൽ ചുറ്റി കാണിക്കുമ്പോഴത്തേക്കും ഞാൻ ചാവും ഗൈസ്. കാരണം എന്ന് വെച്ചാൽ താഴെ ക്ലിനിക്കാണ്. അവിടെ നിന്ന് ഒരു ഫസ്റ്റ് വ്ളോഗിൻ്റെ ഒരു കോമഡി വ്ളോഗാണ് ഗൈസ്. ഷീതൻ്റെ മേത്ത് തൊട്ട് ഞങ്ങൾ വെള്ളം ഒഴിച്ച് വെച്ച് ഞാൻ ശിവതയും കൂടെ. അവളൊന്നും അറിഞ്ഞില്ല പാവം. അതൊക്കെ ഓരോ കഥ ഗൈസ്. അതെല്ലാം കൂടെ നടന്ന് കാണിക്കുമ്പോഴത്തേക്കും ഞാൻ ചാവും. വ്ളോഗ് എത്രയോ നേരം ഇപ്പോൾ. അപ്പം ഞാനിപ്പോൾ ഇവിടുത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ പാർട്ട് 2 ഒന്നും ഉണ്ടാവില്ല ഗൈസ്. ബൈ ബൈ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്തെങ്കിലും ഞാൻ വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല. ഒന്നും ചെയ്യണ്ട, ലൈക്ക് ഇട്ടാൽ മതി.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടേ ബെല്ലൈക്കൻ അടിച്ചിട്ട് ചെയ്യും. അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.